ധനസുമോദ് നേരത്തെ നമ്മൾ പാർട്ടികൾക്കെതിരായ ഈ അഴിമതി ആരോപണത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. പക്ഷേ അഴിമതിക്ക് കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ബിജെപിയും തിരിച്ചടിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാകാനാണ് സാധ്യത? ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? കോൺഗ്രസ് പലപ്പോഴും പല മണ്ഡലങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു ചിത്രത്തിലില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാര്യം കോൺഗ്രസിന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാര്യം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഹരിയാന ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്, ഗുജറാത്തിലും തെരഞ്ഞെടുപ്പ് കണ്ടതാണ്, മഹാരാഷ്ട്രയിലും കണ്ടതാണ്. ഇവിടെ എന്നും ഒരു ആം ആദ്മിക്കെതിരായോ അല്ലെങ്കിൽ ആം ആദ്മിയുടെ രാഷ്ട്രീയ നയത്തിന് എതിരായിട്ടുള്ള ഒരു സമീപനമായിരുന്നില്ല കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ഒരേ രാഷ്ട്രീയ സമീപനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു സമീപനം തന്നെയായിരുന്നു കോൺഗ്രസ് പുലർത്തിയിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടിയെ കൂടുതൽ ആക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നതെന്ന് കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ്. അദ്ദേഹം ഭീകര സംഘടനകളുമായി വരെ അടുത്ത ബന്ധം പുലർത്തി എന്നുള്ള ഒരു പരാമർശമാണിത് കോൺഗ്രസിന്റെ അജയ് മാക്കൻ അടക്കമുള്ള നേതാക്കന്മാർ ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയാനോ ഒരു നേതാവിനെ മുന്നോട്ട് വെക്കാനോ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അൽക്കലാമ്പ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും സന്ദീപ് ദീക്ഷിതാണ് നമുക്കൊരു ഏകദേശം ഒരു മുഖം എന്ന രീതിയിൽ പറയാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ നേരത്തെ പലതവണ ഡൽഹിയിൽ പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മദ്യനയ അഴിമതി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരാതി കോൺഗ്രസാണ് ബി ജെ പിക്കെതിരെ നൽകുന്നത്. പിന്നീട് നാം കാണുന്നത് ഈ പരാതി നൽകിയ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതാണ്. അങ്ങനെ പല കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോയ പല നേതാക്കന്മാർക്കും ബി ജെ പി സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അരവിന്ദർ ലൌലി അടക്കമുള്ള നേതാക്കന്മാരായിരുന്നു നേരത്തെ ഒരു പ്രധാനമായും ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്തത്. പക്ഷേ അതിനുശേഷം കാണുന്നത് ഈ യുദ്ധം ചെയ്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്നതോടുകൂടി പ്രധാനപ്പെട്ട മുഖങ്ങൾ തന്നെ കോൺഗ്രസിന് ഡൽഹിയിൽ ഇല്ലാതാവുന്നതാണ്. അതുതന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി.